ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇത്രയേറെ സന്തോഷം നൽകുന്ന ഒരു വചനഭാഗമായത്. പക്ഷെ പലപ്പോഴും ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാനായിട്ട് അവൻ എന്നെ ക്ഷണിക്കുക, അവൻ എന്നെ ആശ്വസിപ്പിക്കുക. അവൻ എനിക്ക് നൽകിയിരിക്കുന്ന ഉറപ്പാത്, ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചോളാം. പക്ഷെ പലപ്പോഴും ഈ ബോധ്യമില്ല. നമ്മൾ ആശ്രയം തേടി എവിടാ പോകുന്നത്? പല വ്യക്തികളുടെ പക്കലേക്ക് പോകാറുണ്ട്, അല്ലേ? ആശ്വാസം തേടി നെട്ടോട്ട് ഓടുകയാണ്. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഒരു പ്രശ്നമുണ്ടാകുമ്പോഴും ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ആരിൽ നിന്നെങ്കിലും എനിക്കൊരാശ്വാസം വേണം. സ്നേഹമുള്ളവരെ, ഓടി അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ എത്താറുണ്ടല്ലേ? എന്നാൽ ഈശോ കൃത്യമായിട്ട് പറയാം, മോനെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുക, നിന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. പക്ഷെ നീ എന്താ എൻ്റെ അടുത്ത് വരാത്ത? ഈശോയുടെ ചോദ്യം അത്. അതിനോട് ഉത്തരം കൊടുക്കേണ്ട നമ്മളൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എങ്ങോട്ടാണ് ഓടുന്നത്? എൻ്റെ ദൈവസന്നിധിയിലേക്ക് വരാൻ പറ്റുന്നുണ്ടോ, അതോ പല വ്യക്തികളുടെ പക്കലേക്കാണോ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഒരിക്കലും പ്രയോജനമില്ല എന്ന് അവർക്കാർക്കും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഒരു പ്രശ്നത്തിനും പരിഹാരം നൽകാൻ പറ്റത്തില്ല. അവർക്കൊക്കെ നമ്മളെ എങ്ങോട്ട് നയിക്കാൻ പറ്റും? ഈശോയുടെ സന്നിധിയിൽ. എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമെന്ന് പറയുന്നത് എൻ്റെ ദൈവമാണ്. ദൈവസന്നിധിയിൽ ഇരുന്നാൽ മാത്രമേ എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കും. ചില വ്യക്തികളുടെ അടുക്ക് പോകുന്നത് പോലെ ചിലപ്പോൾ മദ്യപാനം പോലെ ചില ദുശീലങ്ങൾക്ക് അടിമപ്പെടാറുണ്ട്, അല്ലേ? എന്തിനാ? എൻ്റെ വിഷമം മാറാനായിട്ടാണ് പലരും പറയാറുണ്ട്. പക്ഷേ ഒത്തിരി അധ്വാനിച്ചു, ഭയങ്കര വിഷമമായിരുന്നു, അതുകൊണ്ട് ആ വിഷമമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി മദ്യപിച്ചു. വിഷമം മാറുമോ? ഒരിക്കലും മാറത്തില്ല. ഒരാശ്വാസവും കിട്ടത്തില്ല. എനിക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ ദൈവസന്നിധി. അതുകൊണ്ട് അച്ഛനോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറയുന്നൊരു കാര്യം, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞു എങ്ങും പോകണ്ട കേട്ടോ, ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ. ദൈവം നിന്നെ ആശ്വസിപ്പിക്കും. ദൈവം നിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് തയ്യാറായിട്ടിരിപ്പുണ്ട്. പക്ഷേ നീ ചെല്ലുന്നില്ല എന്നതാ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രശ്നം. ഞാനൊന്ന് ചെന്നാൽ എൻ്റെ ദൈവം അതിനുള്ള ഉത്തരം എനിക്ക് തരും. അവൻ എന്നെ കാത്തിരിക്കുക. സ്നേഹമുള്ളവരെ, യഥാർത്ഥ ആശ്വാസം നേടാനായിട്ട് എങ്ങും ഓടാതെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം, അവസാനമല്ല കേട്ടോ, ഏറ്റവും ആദ്യം ഓടി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാനായിട്ട്, അവൻ്റെ സന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് അവനോട് ഏറ്റുപറയുവാനായിട്ട്, അവൻ പറയുന്നത് കൃത്യമായിട്ട് കേട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.